നമസ്കാരം. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമുഖ ബാങ്കിംഗ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ തിങ്കളാഴ്ച നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതുമാണ്. ഈ മൂന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ വേണം ഈ മൂന്ന് സ്റ്റോക്കുകളിലും തിങ്കളാഴ്ച പ്രതീക്ഷിക്കാൻ. അതിൽ തന്നെ വെള്ളിയാഴ്ചയും ഈ മൂന്ന് സ്റ്റോക്കുകളും പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. HDFC ബാങ്ക് 0.57% ഉയർന്ന് 800 രൂപയ്ക്കടുത്തും ICICI ബാങ്ക് 0.54% ഉയർന്ന് 1352 രൂപയ്ക്കും യെസ് ബാങ്ക് 2.31% ഉയർന്ന് 20 രൂപ 50 പൈസയ്ക്കടുത്തുമായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ആദ്യം തന്നെ HDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും യെസ് ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കായ HDFC ബാങ്ക് ഏറെക്കുറെ സ്റ്റേബിൾ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതേസമയം കമ്പനിയിലെ ഗ്രോത്ത് കുറഞ്ഞു എന്നുള്ള ക്ലിയർ ഇൻഡിക്കേഷൻ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 9.11% ഉയർന്ന് 17,616 കോടിയിൽ നിന്നും 19,221 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3.8% വർദ്ധിച്ച് 32,066 കോടിയിൽ നിന്നും 33,281 കോടിയിലേക്ക് എത്തുകയും ബാങ്കിൻ്റെ മാർജിൻ 3.53% നിന്നും 3.38% ഇടിയുകയും ചെയ്തു. അസറ്റ് ക്വാളിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സീക്വൻഷ്യലി ഗ്രോസ് NPA 3.17% ഇടിഞ്ഞ് 35,178 കോടിയിൽ നിന്നും 34,061 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കായ ICICI ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് 8.5% വർദ്ധിച്ച് 12,629 കോടിയിൽ നിന്നും 13,071 കോടിയിലേക്ക് ഉയർന്നു. സീക്വൻഷ്യൽ ബേസിസിൽ പ്രോഫിറ്റിൽ 21% വളർച്ചയാണ് ഉണ്ടായത്. പ്രോഫിറ്റ് 11,317 കോടിയിലേക്ക് എത്തി. അതായത് HDFC ബാങ്കിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് ആണ് ICICI ബാങ്ക് കാഴ്ചവെച്ചത്. കൂടാതെ ICICI ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8.4% വർദ്ധിച്ച് 22,979 കോടിയിലേക്ക് എത്തുകയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4.30% നിന്നും 4.32% ഉയരുകയും ചെയ്തു. മൂന്നാമത്തേത് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 20% വർദ്ധിക്കുകയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.5 മുതൽ 2.7% ഉയരുകയും ചെയ്തു. അതായത് ഇൻ ടേംസ് ഓഫ് ഗ്രോത്തിൽ യെസ് ബാങ്ക് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും HDFC ബാങ്കിനെയും ICICI ബാങ്കിനെയും ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ അസറ്റ് ക്വാളിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് NPA 2%-ഓളമാണ് ഡിക്ലൈൻ ആയത്. കൂടാതെ നെറ്റ് NPA 2%-ഓളം ഡിക്ലൈൻ ആയിട്ടുണ്ട്. എന്നാൽ യെസ് ബാങ്കിൻ്റെ ഓവറാൾ റിട്ടേൺ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അത് വളരെ വീക്കായി മാറിയിട്ടുണ്ട്. യെസ് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയിൽ ബാങ്കിൻ്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 10.2% ഇടിഞ്ഞ് 4,014 കോടിയിൽ നിന്നും 3,062 കോടിയിലേക്ക് എത്തുകയും നെറ്റ് NPA 2.7% ഇടിഞ്ഞ് 671 കോടിയിൽ നിന്നും 651 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഈ മൂന്ന് ബാങ്കുകളുടെയും ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സിക്ലിക്കൽ ഹഡിൽസിനെ പോലും ബീറ്റ് ചെയ്ത പെർഫോമൻസ് ICICI ബാങ്കാണ് കാഴ്ചവെച്ചത്. HDFC ബാങ്കിലെ ഏറ്റവും പ്രധാന ന്യൂനത HDFC ബാങ്കിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു എന്നുള്ളതാണ്. ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത്, അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും യെസ് ബാങ്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും റിട്ടേൺ പ്രൊഫൈലിൽ യെസ് ബാങ്കിൻ്റെ പെർഫോമൻസ് വളരെയധികം വീക്കായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ICICI ബാങ്കിനെ വേണം ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇവിടെ ICICI ബാങ്കിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും 1180 സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റിൽ വരുന്ന കറക്ഷൻ മൂലം സ്റ്റോക്ക് 1250, 1275 തുടങ്ങിയ സോണുകളിൽ ലഭ്യമാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ബൈ ഓൺ ടിപ്പ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇവിടെ നിന്നും 1450, 1500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. HDFC ബാങ്ക് സ്റ്റേബിൾ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഗ്രോത്ത് ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്. യെസ് ബാങ്കിൻ്റെ പെർഫോമൻസിൽ റിട്ടേൺ പ്രൊഫൈൽ മോശമായത് ഒരു പ്രധാന കൺസേണാണ്. ഈ ഒരു സാഹചര്യത്തിൽ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ICICI ബാങ്കിനെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്